من الأنصار يصلي بالناس إماما في مسجد قباء. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഖുബാ പള്ളിയിലെ ഇമാമാണ്. ഖുബാ പള്ളി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിലെത്തിയപ്പോൾ നിർമ്മിച്ച പള്ളിയാണ്. അവിടെ നമസ്കരിക്കലൊക്കെ വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മളൊക്കെ പോകുന്നവനവിടെ നമസ്കരിക്കാറുമുണ്ട്. وكان كلما صلى بهم قرأ قل هو الله أحد حتى يفرغ منها. ഈ സഹാബി ഇമാമ നിൽക്കുന്ന അവസരത്തിൽ ഏത് നിസ്കരിക്കുമ്പോഴും അദ്ദേഹം അതിൽ ഖുൽ ഹുവ അല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്യും. ثم تقرأ معها سورة أخرى ويداوم على ذلك في كل ركعة. അതോടുകൂടെ മറ്റേതെങ്കിലും സൂറത്ത് എല്ലാ റക്അത്തിലും ഖുൽ ഹുവ അല്ലാഹു അഹദ്, അതിന് ശേഷം ബാക്കിയുള്ള ഏതെങ്കിലും സൂറത്ത്. فقال له أصحابه إنك تفتتح بهذه السورة ثم لا ترى أنها تكفي لإتمام الصلاة حتى تقرأ بسورة أخرى وإما أن تقرأ بها وإما أن تتركها وتقرأ بإحدى. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞു, നിങ്ങളെല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതുന്നു. ഒന്നെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം മതി, അല്ലെങ്കിൽ വേറെ സൂറത്ത് ഏതെങ്കിലും ഒന്ന്. രണ്ടും കൂടെ ഓതുന്നത് അത് ചിലപ്പോൾ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും വന്ന് അവര് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവരോട് കട്ടണ്ടറായിട്ട് പറഞ്ഞു, ഞാനത് ഒഴിവാക്കില്ല. ഇൻ അഹ്ബബ്തും അൻ അഉമ്മകും ബിദാലിക ഫഅൽതു വഇൻ കരിഹ്തും തറക്തുകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഇമാമാക്കിക്കോളൂ, അല്ലെങ്കിൽ ഇമാമായ എന്നെ നിങ്ങൾക്ക് പിരിച്ചുവിടാം. അതിന് പറ്റൂല, വേറെ ഇമാമിനെ നിങ്ങൾക്ക് എടുക്കാന്നോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിരിച്ചൊന്നും കിട്ടിയില്ല. എന്തേ കാരണം? لأنهم كانوا يرون أنه من أفضلهم وكرهوا أن يؤمهم غيرهم. അദ്ദേഹം അവരിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളായിരുന്നു. എല്ലാ ഖിറാഅത്തും നല്ല ഇമാമത്തും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റൂലല്ലോ. അപ്പൊ അവര് തീരുമാനം എടുത്തു, വേണ്ട ഒതുക്കും, കുഴപ്പമൊന്നുമില്ല. فلما أتاهم النبي صلى الله عليه وسلم أخبرهم الخبر. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബാ പള്ളിയിലേക്ക് ഒരിക്കൽ വന്നു. നിസ്കരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇമാമ ഇങ്ങനെയൊക്കെ ഓതുന്നുണ്ട്. അങ്ങനെയാണല്ലോ ചിലപ്പോൾ അങ്ങനെ പരാതി അറിയില്ല, ഓരോ പരാതികൾ ഇമാമിനെ കുറിച്ചുള്ള അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അന്നത്തെ ബാക്കിയുള്ള ആളുകളാണ്, അവരെ ഒപ്പമുള്ള ആളുകളാണെന്ന് മനസ്സിലായി. അപ്പോ ഇമാം എന്ത് ചെയ്തു? എല്ലാ സൂറത്ത് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന നബിയെ എന്നൊരു പരാതി വെച്ച് കുറച്ച് ആളുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമിനെ വിളിച്ചു മാ യംനഉക അൻ തഫഅല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക. നിങ്ങളോട് നിങ്ങളുടെ ആളുകളൊക്കെ പറയുന്നത് കേൾക്കാതിരിക്കാനും വമാ ഹമലക അലാ ലുസൂമി ഹാദിഹി സൂറത്തി ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് തന്നെ ഓതാൻ എന്തപ്പം അങ്ങനെ ഒരു കാരണം? എന്തിയപ്പോ ആ ഒരു വിശേഷണം നിങ്ങൾക്ക് കിട്ടാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി വഹിബ്ബുഹാ നബിയെ, എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് ഭയങ്കര ഇഷ്ടമാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. ഖുൽ ഹുവല്ലാഹു അഹദിനോടുള്ള ആ പ്രേമമുണ്ടല്ലോ, അത് നിന്നെ സ്വർഗ്ഗത്തിൽ എത്തിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദിനെ എല്ലാവരും സ്നേഹിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദിനെ എങ്ങനെ സ്നേഹിക്കേണ്ടത്? കൂടുതൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ചിലർ പറയും, ഉസ്താദ് യാസീൻ ഓതാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അന്ന് പഠിച്ചില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാവർക്കും അറിയാലോ. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ അറിയാത്തവരുണ്ടാവില്ലല്ലോ, എനിക്ക് പഠിക്കണം. ആ ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ പാരായണം ചെയ്താൽ സ്വർഗത്തിലെത്താനുള്ള ഒരു വഴിയാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മർറാത്തി ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഒരു മനുഷ്യൻ ഒരു ദിവസം 10 ഖുൽ ഹുവല്ലാഹു അഹദ്, വളരെ സിമ്പിൾ, 2 മിനിറ്റ് കൊണ്ട് തീരും നമ്മുടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ. 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു ദിവസം ഒരു മനുഷ്യൻ ഓതി തീർത്താൽ അദ്ദേഹത്തിന് സ്വർഗീയ ലോകത്ത് ഒരു വലിയ കൊട്ടാരം പണിയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പറഞ്ഞ ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബിയെ ഇദൻ അസ്തഗ്ഫിറു യാ റസൂലല്ലാഹ്, ഞാൻ ഒരുപാട് ഓതുന്നു, ഞാൻ ധാരാളം ഓതുന്നു,
അങ്ങനെ കുറെ കൊട്ടാരം കിട്ടാൻ വേണ്ടി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ വാതിയ, പടച്ച റബ്ബ് കുറെ തരും, 100 മതിയ, അള്ളാഹ്ക്ക് 10 കൊട്ടാരം തരുന്നതിന് ഒരു കുഴപ്പമില്ല, അല്ലാഹു തആല കുറെ കൊട്ടാരം കണ്ട് തരും കേട്ടോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 വിധങ്ങളെ ചോദിക്കാൻ ഒരു ദിവസം ആർക്കെങ്കിലും ഖുർആൻ 1/3 രാത്രി ഓതി തീർക്കാൻ കഴിയും? അപ്പൊ ചില ആളുകൾ സ്വഹാബികൾ പറഞ്ഞു, പൂർണ്ണമായി ഓതുന്നവരൊക്കെ ഉണ്ട്. ചില സ്വഹാബികൾ പറഞ്ഞു, നബി എങ്ങനെ തീർക്കാനാണ് 1/3 അത് എത്ര സമയം വേണം? അപ്പൊ പറഞ്ഞു, ദുൽഹജ്ജ് 3 വട്ടം ഓതിയാൽ ഒരു ഖത്മാവും. ദുൽഹജ്ജ് ഒരൊറ്റ ഓതിയാൽ തന്നെ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളം പാരായണം ചെയ്യാം. നമുക്കൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഖുൽ ഹുവല്ലാഹുവിനോടൊരു മഹബത്ത്, എന്നാൽ നമുക്ക് സ്വർഗത്തിൽ എത്താൻ അതൊരു വഴിയാണ്. ചെറിയ ഒരു സൂറത്തുമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടാൻ കഴിയും. അല്ലാഹു തആല അതൊക്കെ പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഓർമ്മശക്തി നിലനിർത്തി തരണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം നീ അഫൂ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ദുആ കൊണ്ട് കടപ്പെട്ട പലരും ആറടി മണ്ണിലുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോൾ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നസ്ബത്ത് ജമാഅത്തിലെത്തി ക്ലാസും കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും നീ റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം നിലനിർത്തി തരണേ അല്ലാഹ്. ചെയ്യുന്ന ജോലികൾ അല്ലാഹുവേ, ബന്ധപ്പെടുന്ന മേഖലകളിൽ അവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി തരണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഈ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള കരുത്ത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله وسلم على خير سيدنا محمد وآله سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.